സോ ഗൈസ്, ഇതാണ് എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ലുക്ക്. നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇച്ചിരി ഉണ്ട്, ഇളകിയിരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? തൊലിയൊക്കെ ഇളകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോയ്സ്ചറൈസർ ഇട്ടതാണ്. എൻ്റെ മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചാണ്. 395 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ലതാണ്, കൊള്ളാം. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. അത് രണ്ടാമത്തെയാണ്. ആദ്യത്തെ തീർന്നതുണ്ട്, തീർന്ന് രണ്ടാമത്തെ. ഓക്കെ, ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് സൺസ്ക്രീൻ. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. UV ഡോക്സ് സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ. അടിപൊളിയാണ്, സൂപ്പറാണ്. അച്ചരം ആക്ച്വലി ഞാൻ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീന്, എന്നാലും ഒന്നും കൂടെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എവിടെ വേണേലും വാരിപ്പത്തിക്കും, നോ പ്രോബ്ലം. സൺസ്ക്രീൻ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഒന്നും അടിക്കുന്നില്ല, അടിപൊളിയാണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സാധനമില്ലേ, പ്രൈമർ, ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ സാധനം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ, ഇച്ചിരി ഉള്ളൂ. ഓ, തീർന്നു ഗൈസ്, തീർന്നു. വാ, ഈ പ്രൈമർ നമ്മൾ ഞാനിങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ മേക്കപ്പ് ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വല്ലവൻ്റെയും മേക്കപ്പ് ലുക്കല്ല ഗൈസ്, എൻ്റെ മേക്കപ്പ് ലുക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഓർക്കുക. ഇതെനിക്ക് ഈ പർപ്പിളിൽ നിന്ന് മേടിച്ച സമയത്ത് പ്രൈമർ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ അത് തീർക്കണ്ടേ, അപ്പം ഞാനത് ഉപയോഗിക്കും. ഈ സാധനം നമ്മുടെ ഈ മുഖത്തുള്ള കുഴികളൊക്കെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ മറ്റേ ഫൗണ്ടേഷൻ ഇടുമ്പം സെറ്റെന്നുള്ളതാണ്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, നമ്മളതിന് പകരം യൂസ് ചെയ്യുന്നത് ഇതാണ്, പോൺസിൻ്റെ BB ക്രീമാണ്. അടിപൊളിയാണ്. ഇതൊക്കെ പർപ്പിളിൽ അവൈലബിൾ ആണ്. ഇതൊഴികെ ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല, സെർച്ച് ചെയ്ത് നോക്കും. ഇതൊഴികെ ബാക്കിയെല്ലാം പർപ്പിളിൽ അവൈലബിൾ ആണ്. പർപ്പിളിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സിമ്പിൾ പരിപാടീസാണ് കേട്ടോ, നമുക്ക് വളരെ സിമ്പിൾ പരിപാടീസ്. എന്ത് സാധനം ഉണ്ടെങ്കിലും കഴുത്തിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള സിസ്റ്റത്തിലാണ് ഗൈസ് നമ്മളുള്ളത്. എന്ത് സാധനം വെച്ചാലും കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരുമാതിരി ഇച്ചിരിയായിട്ട് ഇരിക്കും പോലും. നമുക്ക് നമ്മുടെ കൈ തന്നെ മതി. സിനിമാ നടിമാരും പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൈയാണ് ബെറ്റർ അല്ലേ?
ഫൗണ്ടേഷൻ ഇട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫൗണ്ടേഷനല്ല, അടിപൊളിയാണ് കേട്ടോ. പിന്നെയും പറയുന്നു, ഇതെൻ്റെ മേക്കപ്പ് ലുക്കാണ്, വല്ലവൻ്റെ അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം, മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ തന്നെ സിമ്പിൾ, ഇതിങ്ങനെ ഡുഗുടുഗുടുഗുടുഗുടുഗുടും ഡുഗുടുഗുടുഗുടുഗുടും ഡുഗുടുഗുടുഗുടും എന്നിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുക്കുമ്പോൾ ഒരു കളർ കിട്ടും. സുന്ദരിയായിരിക്കുന്നു. പേടിക്കണ്ട, ഈ കളർ കുറച്ച് കഴിയുമ്പം എന്നിട്ട് സ്കിന്നുമായിട്ട് ചേർന്നിട്ട്, അത് ഞാൻ മൂക്കലൊക്കെ ഇടുന്നുണ്ടോ, സ്കിന്നുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് അടിപൊളി ഒരു കളറാവും. പിന്നെ ഇവിടെ ഒരു ഇച്ചിരി ഇടും, ഇവിടെ ഒരു ഇച്ചിരി ഇടും, എല്ലാം കളർ ഒരേപോലെ തോന്നുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ മണ്ടിയിലാണ് ഗൈസ് ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എത്രത്തോളം ഉണ്ട്? കണ്ടോ മുഖത്തെ ഇതുണ്ട്, പെട്ടെന്ന് തന്നെ ഇത് കളറും അബ്സോർബ് ചെയ്യും. നമുക്ക് പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് അതോടെ ഇരിക്കട്ടെ. സൂപ്പറാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐബ്രോ സെറ്റ് ചെയ്യും. വലിയൊരു പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള ഐബ്രോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു പെന്ന് പോലത്തെ സാധനമാണ്, അടിപൊളിയായിരുന്നു. ഇത് പിന്നെ പെൻഡിങ് ഈ സാധനം ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാനതിപ്പോൾ ഓർഡർ ചെയ്തിട്ടില്ല, ഇത് കഴിയുമ്പോൾ ഓർഡർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോൺസിൻ്റെ കുഞ്ഞിട്ടപ്പയിലല്ലേ മോയ്സ്ചറൈസറാണ്, അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കാലാവസ്ഥയുടെ ആയിരിക്കും, പനി പിടിക്കുമ്പം ഉള്ള പോലെ ഇങ്ങനെ ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്. നമുക്കൊരു ഇച്ചിരി എടുത്തിട്ട് ഡ്രൈനെസ് മാറാൻ വേണ്ടി ഇങ്ങനെ തേച്ചെടുക്കാം. വേറെ ദോഷമൊന്നും വരാനൊന്നുമില്ല. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി? കണ്ണെഴുതണം. തീർന്നു കേസ്, എൻ്റെ കണ്ണെഴുതുന്ന സാധനം തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺമഷി എടുക്കണം. സിമ്പിളാണ്, കൺമഷി ഉണ്ട്, കൺമഷി എടുക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ലിപ്പൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്നും അല്ലടി, അങ്ങനെ പറയണ്ട, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അവിടെ ഇരിക്കട്ടെ.
കൺമഷി എടുക്കണ്ടേ. പണ്ട് പണ്ടേ പണ്ടേ ഞാനിങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. കൺമഷി എടുക്കുന്നു, കയ്യിലാക്കുന്നു, ഇങ്ങനെയല്ലേ? ഇങ്ങനെ 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 എഴുതുന്നു. പുറത്തായോ? മറ്റേ പെന്നാണെങ്കിൽ, പെൻസിലാണ് നമുക്ക് കയ്യിൽ പറ്റില്ല, പുറത്തും പറ്റില്ല, എഴുതുന്നിടത്തുണ്ടാവും. വായിച്ചറിയാല്ലേ? ഞാനിനി മെയിലിലൊക്കെ എഴുതി കൊടുക്കുന്നു കേട്ടോ. ഒരു സുഖം, ഒരു മനസ്സുഖം. ഈശ്വരന്മാരെ കൺമഷിയും കൊണ്ട് നമ്മൾ വലിയ പരിപാടീസിനൊന്നും നിൽക്കരുത്. പണി ആലും വെള്ളത്തിൽ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇനി ഒരു പരിപാടി. ഇതാണ് ഹൈലൈറ്റ്. വേറെ ഒന്നും ചെയ്യാനില്ല. മസ്കാരക്കുട്ടനെ എടുക്കുക. ഇതും സെയിം, ആമസോണോ അല്ലെങ്കിൽ പർപ്പിളോ ഏതോ ഒന്നാണ്. വേണമെന്നുള്ളവർക്ക് ലിങ്ക് എന്ന് കമൻ്റ് ഇട്ടാൽ ലിങ്ക് ഇട്ട് തരാം. നമ്മൾ കണ്ണടി നോക്കുന്നത്ര സുഖമുള്ള പരിപാടിയല്ല. ഇവിടെ നോക്കാം. ഇനി ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യണ്ടേ, എങ്ങനെയാണ് ചെയ്യണ്ടേ എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽസ് വരുത്താൻ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും ഗൈസ്. ടുപ്രായോ ഞാൻ ഓക്കെ കഴിഞ്ഞു. സിമ്പിൾ. ഇനി ഒരു പരിപാടി ഉണ്ട്. രസമുണ്ടോ നോക്കാം. ഇനിയുള്ളൊരു പരിപാടി ലിപ്സ്റ്റിക്ക് ഇടാന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കി നല്ല കളറുണ്ട്. അതൊന്ന് കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടോ? എനിക്ക് ഈ പരിപാടി ഉണ്ട്. ചുമ്മാ ഒരു രസം. കണ്ട ഇവിടുത്തെ കളറൊക്കെ അബ്സോർവ് ആയത് നമ്മുടെ സ്കിന്നുമായിട്ട് ഓക്കെ. ഇപ്പോൾ ഓക്കെ സുന്ദരിയായില്ലേ? സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ മുടി കിട്ടിയവരെ സുന്ദരിയും അതാണ്. അങ്ങനെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് കൂടുതലാണെന്ന് തോന്നിയാൽ ടിഷ്യൂ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ടിഷ്യൂ എടുക്കാം, വെക്കാം. കഴിഞ്ഞു. മുടി വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും സെറ്റ് ചെയ്യാം. നിങ്ങൾക്കല്ല എനിക്ക്.
എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ്. കണ്ടോ? ഈ ഡ്രൈ ആയതിൻ്റെ സംഭവം ആർക്കെങ്കിലും ഇത് പോകാനുള്ള വഴി അറിയാമെങ്കിൽ, മീൻസ് നാരങ്ങ, പിന്നെ ഉപ്പ്, പഞ്ചസാര അതൊന്നുമല്ല, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഇത് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാലാവസ്ഥയുടെ ആയിരിക്കും. ഓക്കെ, ബൈ.